നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹനം കസ്റ്റംസ് വിട്ടുനൽകി. ബോണ്ടിന്റെയും 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് ലാൻഡ് ക്രൂയിസർ വിട്ടുനൽകിയത്. അമിത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, നേരത്തെ കസ്റ്റംസ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങൾ പിടികൂടിയത്. ഇപ്പോൾ ആ വാഹനങ്ങൾ ഒന്നിപ്പോൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൂസർ വാഹനമാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. കസ്റ്റംസിന്റെ ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. നേരത്തെ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം ഇത്തരത്തിൽ വിട്ടു നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വാഹനം വിട്ടു നിൽക്കുമ്പോൾ ചില ഉപാധികളുണ്ട്. അത് ബോണ്ടിന്റെയും 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് ആവശ്യപ്പെടുമ്പോൾ വാഹനം ഹാജരാക്കണമെന്ന നിബന്ധനയുണ്ട്. വാഹനത്തിന്റെ ഉടമസ്ഥത മാറ്റാനോ രൂപമാറ്റം വരുത്താനോ പാടില്ല എന്നുള്ള ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ ഈ വാഹനം വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തായാലും അമിത് ചക്കാലക്കലിന്റെ മറ്റു വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിലവിൽ തുടരുകയാണ്. കോയമ്പത്തൂർ ഗ്യാങ്ങുമായി അമിത് ചക്കാലക്കലിന് ബന്ധമുണ്ടെന്ന ഒരു വിലയിരുത്തലായിരുന്നു ഇതുവരെയുള്ള അന്വേഷണം മുന്നോട്ട് പോയത്. ഇതിനിടെയാണ് അമിത്തിന്റെ അപേക്ഷ പരിഗണിച്ചപ്പോൾ കസ്റ്റംസ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ലാൻഡ് ക്രൂസർ വാഹനമാണ് നിലവിൽ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.